നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 നവംബർ 10, 11, 12 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത്. കുറച്ച് രാശിക്കാരുടെ കാര്യങ്ങൾ ഞങ്ങൾ വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ നവംബർ 10 ഉച്ചയ്ക്ക് 1:03 PM മുതൽ നവംബർ 12 വൈകിട്ട് 6:35 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ചന്ദ്രൻ സ്വക്ഷേത്രമായ കർക്കിടകത്തിൽ വരുന്നു. അവിടെ വ്യാഴവും ഉച്ചരാശിയിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഗജകേസരി യോഗം. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ 12 രാശിക്കാർക്കും ഈ ചന്ദ്രനും വ്യാഴവും ഒത്തുചേരുന്ന ഗജകേസരി യോഗത്തിൻ്റെ ഫലങ്ങൾ കുറേശ്ശെയൊക്കെ എല്ലാവർക്കും കിട്ടും. അപ്പോൾ പൊതുവേ ഈ ദിവസങ്ങൾ നല്ലതാണെങ്കിലും 2 രാശിക്കാർക്ക് അല്പം ദോഷാധിക്യമുണ്ട്. പിന്നെ ഈ ജ്യോതിഷ വിവരങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പോൾ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ജ്യോതിഷം പറയുന്നതിന്. അപ്പോൾ ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല, പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെട്ട ദയവേത് ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അതുപോലെ തന്നെ ഇവർക്ക് പ്രധാനപ്പെട്ട 3 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും 3 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണാധിക്യം നേടിത്തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം ഞങ്ങൾ പറയുന്നു. സൂര്യൻ, ചൊവ്വ, ശനി ഇവ 3ഉം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. തൊഴിൽ പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിക്കാനുള്ള സാധ്യത. പിന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തീപ്പൊള്ളലും ശ്രദ്ധിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഒരു പരിധിവരെ ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവാം. സംസാര കലയുമായിട്ട് ബന്ധമുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ ഇവർക്ക് അത്ര വലിയ നല്ല ദിവസങ്ങളൊന്നുമല്ല. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് ഞങ്ങൾ ഫലം പറയുന്നു. ഇനി ഇടവം രാശി, കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകീരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഇവർക്ക് ജീവിത പങ്കാളിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശാരീരിക അസ്വസ്ഥതകൾ, അതുപോലെ അല്പം സൗന്ദര്യപ്പിണക്കം, അതൊക്കെ വിവേകപൂർവം പരിഹരിക്കുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ഇവർക്ക് ശനി 11ാം ഭാവത്തിലും സൂര്യൻ 6ാം ഭാവത്തിലും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും.
സാങ്കേതിക മികവ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. സന്താന നേട്ടം, പിതൃഗുണം ഇവയൊക്കെ അനുഭവപ്പെടുമെങ്കിലും ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. 3 ഗ്രഹങ്ങൾ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. ഇവർക്ക് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഞങ്ങൾ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായി ഫലം പറയുന്നു. ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപ്രശ്നങ്ങളിൽ നിന്ന് ഇവർക്ക് വിടുതൽ കിട്ടുന്നതാണ്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴവും സർപ്പവും പ്രതികൂലമാണ്. ചന്ദ്രനും ശുക്രനും അനുകൂലമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രം എന്നുള്ള ഫലം പറയുന്നു ഞങ്ങൾ. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. പൊതുവെ അസുഖങ്ങളൊക്കെ ഭേദപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. 6 ഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ടിക്ക് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച നിർബന്ധമായും വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 3 ഗ്രഹങ്ങളുണ്ടെങ്കിലും ഈ 6 ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ മറികടക്കാൻ എല്ലാ ദിവസവും ശിവക്ഷേത്ര ദർശനവും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനവും നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് അല്പം മെച്ചമൊക്കെ വരേണ്ട ദിവസങ്ങളാണ്. പക്ഷേ അത് ഈ 6 ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ തടസ്സം സൃഷ്ടിക്കുന്നു. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അതിനുമൊക്കെ ഈ 6 ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ തടസ്സം സൃഷ്ടിക്കുന്നു. ചിങ്ങം രാശിക്ക് പ്രതികൂലങ്ങളായ ദിവസങ്ങളാണ്. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും പോകാനുള്ള അവസരം ഉണ്ടാവും. പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഗജകേസരി യോഗത്തിൻ്റെ പരമാവധി ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. ധനവരവ്, അതുപോലെ തന്നെ
പൊതുരംഗത്ത് വിജയം, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ. കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അടിപൊളി ദിവസങ്ങളാണ്. അതൊരു 5 ദിവസം തുടരും. 10, 11, 12 മാത്രമല്ല 13, 14 ഒക്കെ ഇവർക്ക് നല്ല ദിവസങ്ങളാണ്. ചന്ദ്രൻ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും വരുന്നു. അതുകൂടാതെ കർമ്മഭാവത്തിൽ ഇവർക്ക് ഗജകസരി യോഗം രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ കർമ്മരംഗത്ത്, തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇവർ ബന്ധപ്പെടുന്ന മിക്കവാറും എല്ലാ രംഗങ്ങളിലും നേട്ടമുണ്ടാവും. ഒരു വിജയസാധ്യത എല്ലാത്തിലും നിലനിൽക്കും. സാങ്കേതിക മികവ് കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് അത്ഭുത നേട്ടങ്ങൾ കരഗതമാക്കാൻ ഇവർക്ക് സാധിക്കും. സൂര്യൻ മാത്രമാണ് പ്രതികൂലം. ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച വഴിപാടുകൾ നടത്തുക. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലം, 2 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം. ഗുണദോഷ സമ്മിശ്രമായിട്ട് 4 ഗ്രഹങ്ങളുണ്ട്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം പൂരാട ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ തൊഴിൽ രംഗത്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിനൊക്കെ തടസ്സമായിട്ട് ഈ 5 ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ തടസ്സം സൃഷ്ടിക്കുന്നതാണ്. ശനി, വ്യാഴം, ചൊവ്വ തുടങ്ങിയ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഉൾപ്പെടെ 5 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ പൊതുരംഗത്ത് വളരെ ശ്രദ്ധയോടെ നീങ്ങുക. ചതിവുകൾ പറ്റാനുള്ള ഇടയുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കേടാവാനും സാധ്യതയുണ്ട്. തീപ്പൊള്ളൽ. ഇവർ തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ടായേനെ. പക്ഷേ ഇവിടെ ഈ 5 ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ ഇവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കില്ല. കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം. തൊഴിൽ രംഗത്ത് നേട്ടം ഉണ്ടാവേണ്ടതാണ്. അവിടെയും ഈ 5 ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ പ്രശ്നം സൃഷ്ടിക്കുന്നു. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമാണ്. ശനി, വ്യാഴം, സൂര്യൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളെല്ലാം
ഇവർക്ക് അനുകൂലമാണ്. ഇവർക്ക് തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള നടപടികളുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഇവർ ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും ഇവർക്ക് വിജയസാധ്യതയാണ് ഞങ്ങൾ കൽപ്പിക്കുന്നത്. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇവർക്ക് കാര്യമായ ഗ്രഹങ്ങളൊന്നും പ്രതികൂലമായിട്ടില്ല. എങ്കിലും നാവുപിഴ നന്നായിട്ട് ശ്രദ്ധിക്കുക. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, രാഷ്ട്രീയ രംഗത്ത് ഉയർച്ച, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ. എങ്കിലും ഇവർക്ക് ശനിയും വ്യാഴവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവിന് ഒരു തടസ്സമുണ്ടാവും. അതുപോലെ തന്നെ ടെക്നിക്കൽ ഏരിയയിൽ, അതായത് സാങ്കേതിക ആയിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട തൊഴിൽ ഏർപ്പെടുന്നവർക്ക് തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാട് നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് 3 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. 3ഉം പാപഗ്രഹങ്ങളാണ്. അപ്പോൾ ദോഷാധിക്യം കൂടിയിരിക്കും. എങ്കിലും 3 ഗ്രഹങ്ങൾ, വ്യാഴവും ശുക്രനും ഉൾപ്പെടെ ശുഭഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 10, 11, 12 തീയതികളിൽ രാവിലെ 4:49 AM മുതൽ രാവിലെ 5:37 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ്. 10, 11, 12 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം 10, 11 തീയതികളിൽ ഉച്ചയ്ക്ക് 11:47 AM മുതൽ ഉച്ചയ്ക്ക് 12:33 PM വരെയാണ്. 10, 11 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. 12-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 10-ാം തീയതി രാവിലെ 7:51 AM മുതൽ 9:17 AM വരെയാണ് 10-ാം തീയതി രാഹുകാലം. 11-ാം തീയതി 3:03 PM മുതൽ വൈകിട്ട് 4:29 PM വരെ 11-ാം തീയതി രാഹുകാലമാണ്. 12-ാം തീയതി രാഹുകാലം ഉച്ചയ്ക്ക് 12:11 PM മുതൽ ഉച്ചയ്ക്ക് 1:37 PM വരെയാണ് 12-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 10, 11, 2025 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 2, 9, 0, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 11, 11, 2025 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 2, 9, 5, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 11, 11, 2025 എന്ന തീയതിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്.
അത് കാണാൻ ശ്രമിക്കുക. സംഖ്യാശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടാണ്, ഒന്ന് ശ്രദ്ധിക്കുക. 11/11 എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. ഇനി 12-ാം തീയതി, നവംബർ 12-ാം തീയതി 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 1, 2, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 10-ാം തീയതി തിങ്കളാഴ്ച നീല, വെള്ള. 11-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്. 12-ാം തീയതി ബുധനാഴ്ച പച്ച, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ. അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യം വർദ്ധിക്കുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.